ബിഗ് ബോസ് മല്ലു ടോക്ക്. അതെ, എന്റെ പൊന്നളവ് എന്ന ശബ്ദമാണ്. രേവതി മുന്നിൽ ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. കണ്ടസ്റ്റൻസ് അനുഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കണം, രാത്രി അവരുടെ ഒപ്പം കിടക്കണം. അവര് 3 മണിക്ക് കിടക്കുന്നെങ്കിൽ ഞാനും 3 മണിക്ക്. നമ്മൾ ഗെയിമിന്റെ കാര്യങ്ങൾ പറയും, പക്ഷെ അവരുടെ ലൈഫ്, അവരുടെ കുടുംബം, ആ സംഭവങ്ങളിലൊന്നും നമ്മൾ കേറി കളിക്കാൻ നിക്കത്തില്ല. ആരൊക്കെ ബിഗ് ബോസിൽ സീസൺ 7 ഉണ്ടെന്ന് രേവതിക്ക് അറിയാം. ഇത് എവിടുന്ന് അറിയുന്നു? ഓ, അത് ആരോടും പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. നമ്മുടെ രേഖ രതീഷ് ആക്ട്രസ് ആണ്. അതേപോലെ റോഷൻ നമ്മുടെ ദൃശ്യത്തിലെ രേണു സുധി. അയ്യോ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ആരോടും ചോദിക്കരുത്. ആരോടും ചോദിക്കാത്ത ചോദ്യമായിട്ട് ഞാൻ ഇപ്പൊ ആരുടെ മുന്നിലായിരിക്കുന്ന അറിയാമോ? അജിന്റെ മുന്നിലായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് മല്ലു ടോക്ക്. അതെ, എന്റെ പൊന്നളവ് എന്ന ശബ്ദമാണ്. ശബ്ദം ഈ ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ എന്റെ എനർജി നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സൗണ്ട് ഒക്കെ പോകട്ടോ. എപ്പോഴും രേവതി മുന്നിൽ ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. അതെ, അതിന് താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം, എന്റെ ശബ്ദത്തെ ആളുകളിലേക്ക് എത്തിക്കണം എന്നൊരു ചിന്ത ഐഡിയ വന്നപ്പോഴായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ വിചാരിച്ച് തുടങ്ങിയ ഒരാളല്ല ഞാൻ. അല്ല ഇങ്ങനെ ഒന്നും ഒരു ചാനൽ തുടങ്ങണം, അത് ഭയങ്കരമായി ഇതാവണം, റീച്ച് ആവണം, അതിന്നൊരു നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ, അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. കാര്യം വെറുതെ ഒരു സ്റ്റാർട്ട് ചെയ്തതാണ്. സത്യം ആരും വിശ്വസിക്കത്തില്ല, വെറുതെ തുടങ്ങിയതാണ്. ഇതിനു മുമ്പ് എന്തായിരുന്നു രേവതി? ഞാൻ ബേസിക്കലി ആയുർവേദ ഡോക്ടറാണ്. അപ്പോ ഞാൻ ഈ ബിഗ് ബോസ് കുഞ്ഞിലേ കാണും. കുഞ്ഞിലേ ഹിന്ദി ബിഗ് ബോസ് ആണ് കുഞ്ഞിലേന്ന് ഉദ്ദേശിച്ചത്. കാര്യം ബിഗ് ബോസ് ഇപ്പൊ ഹിന്ദി 19ാമത്തെ സീസൺ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത്രയും കോളേജിൽ പഠിക്കുന്ന ആ സമയത്ത് അതായത് ആ ഒരു സമയത്ത് സീസൺ 1 തൊട്ട് ഇങ്ങനെ കണ്ടു തുടങ്ങിയതാണ്. എന്താന്ന് പോലും അറിയില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇടയ്ക്ക് കോളേജിലൊക്കെ പോയി പിന്നെ മാറിയൊക്കെ നിന്നു, കാണാനൊന്നും പറ്റിയിട്ടില്ല സീസൺ. എന്നാലും ബിഗ് ബോസ് ഹിന്ദി കാണുന്ന വലിയൊരു ആരാധികയാണ്. അതിന്റെ റിവ്യൂസ് ഒക്കെ ഇരുന്ന് കേൾക്കും. എന്നാലും ഞാൻ വിചാരിച്ചിട്ടില്ല റിവ്യൂ തുടങ്ങുന്നുള്ളത്. അങ്ങനെ നമ്മുടെ മലയാളത്തിൽ ബിഗ് ബോസ് ഭയങ്കര സന്തോഷം. അങ്ങനെ ആ സീസൺ 1 മൊത്തം ഞാൻ കണ്ടു. അപ്പോഴും ഞാൻ റിവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സീസൺ 2 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. വെറുതെ ഇരുന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്തു തുടങ്ങാം. നമുക്കൊരു കുഞ്ഞു ചാനലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ന്യൂസ് ഹോം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ. ഞാൻ ആ തുടക്കത്തിലൊക്കെ വളരെ ശാന്തയായിരുന്നു, സാധാരണ രീതിയിൽ. പക്ഷെ ഓഡിയൻസ് ആണ് ചേച്ചി കുറച്ചും കൂടെ ഇതാവൂ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പിന്നെ എന്റെ ശരിക്കുള്ള, അതായത് അത് കണ്ടിട്ട് ഞാൻ പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ വീട്ടിൽ നമ്മൾ സംസാരിക്കില്ല, കണ്ടിട്ട് നമ്മൾ ഇവര് കളിക്കുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ എന്റെ വളരെ നമ്മൾ വീട്ടിൽ നമ്മുടെ ആൾക്കാരോട് സംസാരിക്കും. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ വെറുതെ തറയിലിരുന്നൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എനിക്ക് ചേർന്നില്ല. എന്റെ അടുത്ത വീഡിയോ കണ്ടു നോക്കി അറിയാം. സ്റ്റുഡിയോ ഒന്നുമില്ല, ഒന്നുമില്ല. നമ്മള് കട്ടിന്റെ സൈഡില് താഴെ ഇങ്ങനെ ഇരുന്നിട്ട് നീ എടുത്തോ എന്ന് പറഞ്ഞൊരു ക്യാമറ എനിക്ക് തന്നു, ചെറിയ സോണിയുടെ ചെറിയ ക്യാമറ. അതെടുത്തിട്ട് അതിൽ ഞാൻ ട്രൈപോഡൊക്കെ വീട്ടില് ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറാസ് ഒക്കെ. അപ്പൊ ഇങ്ങനെ കുറെ കുഞ്ഞു കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അതെടുത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ. അങ്ങനെ ആദ്യത്തെ വീഡിയോ ഇപ്പൊ ഡിലീറ്റ് ചെയ്തു. കാരണം അതിനകത്ത് കുറെ കോപ്പിറൈറ്റ് ഒക്കെ വരും. ഞാൻ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ വെച്ചൊക്കെയാ ചെയ്തത്. ബിഗ് ബോസിന്റെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് ഹിന്ദി ബിഗ് ബോസ്, നമ്മുടെ ഇവിടെ മലയാളമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കി. അപ്പൊ കുറെ കമന്റ്സ് ഒക്കെ വന്നു. അതിൽ ഭയങ്കര സപ്പോർട്ടാ, ചേച്ചി ഇനിയും ചെയ്യണം. അന്ന് തുടക്കമല്ല, ആരും ഇല്ല അങ്ങനെ. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഞാൻ 2-3 എപ്പിസോഡൊക്കെ ചെയ്യാതെ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് കാണുന്നില്ല. അങ്ങനെ പക്ഷെ ഒരുപാട് പേര് കമന്റിൽ വന്നിട്ട് ചേച്ചി എന്ത് ചെയ്യാത്തത് വീഡിയോ, അതെന്ത് ചെയ്യാത്തത്, കാത്തിരിക്കുന്നു, അത് വെയിറ്റിംഗ് ആണ്. അപ്പൊ ഞാൻ ഇതെന്ത് ഇത്രയ്ക്ക് വെയിറ്റ് ചെയ്യാനിരിക്കുന്നു എന്റെ വീഡിയോയ്ക്ക്, ചേച്ചി ചേച്ചി. അങ്ങനെയാണ് സത്യം ചെയ്ത് തുടങ്ങിയത്. അതും ഒരു വീഡിയോ ഇടും, ഒരു വീഡിയോ ചെയ്യും, രാവിലെ ഒരു വീഡിയോ, വൈകുന്നേരം 1 2 അത്രയൊക്കെ ചെയ്യുള്ളൂ. അപ്പോഴും അവര് പറയുന്നുണ്ട് ചേച്ചി ഒന്നി കൂടുതൽ ചെയ്യും. ഞാൻ ഇല്ല ഒരെണ്ണം അതൊക്കെ മതി എന്നുള്ള രീതിയിൽ. അപ്പോഴും ഇതിനെ സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഗെയിമിലേക്ക് വന്നതിന്റെ ഇമ്പോർട്ടൻസ് ആൾക്കാരാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. അതായത് നിങ്ങൾ ഇങ്ങനെ പറയണം, നിങ്ങൾ ഇങ്ങനെ കുറച്ചും കൂടെ ഇതാവണം, ഇത് കൊള്ളാം, ഇങ്ങനെ ഓരോ ഇതും സബ്സ്ക്രൈബേഴ്സ് ആണ് എനിക്ക് ഇങ്ങനെ സജഷൻസ് തന്നു. അതെ, അത്രേ ഉള്ളൂ. അതിങ്ങനെ വന്ന് അവരാണ് ഈ സജഷൻസ് തന്ന് ഇവിടം വരെ എത്തിയത്. പിന്നെ ഞാൻ മാറാൻ തുടങ്ങി. അയ്യോ ഇങ്ങനെ പോരാ, കുറച്ചും കൂടെ നന്നാക്കണം, ഇങ്ങനെ നന്നാക്കണം, ബാക്ക്ഗ്രൗണ്ട് നന്നാക്കണം, അല്ലെങ്കിൽ ക്യാമറ നന്നായി ഇതാക്കണം, സൗണ്ട് നല്ല ക്ലാരിറ്റി കൊടുക്കണം. കാര്യം എല്ലാം പോയിന്റ് ഓഫ് ഇത് ഈ ബിഗ് ബോസിനെ ജഡ്ജ് ചെയ്ത പോലെ എന്നെയും ജഡ്ജ് ചെയ്യും ആൾക്കാർ. ചേച്ചി ഇത് ശരിയായില്ല, അയ്യോ വോയിസ് ക്ലാരിറ്റി കൊള്ളൂല കേട്ടോ, കുറച്ചും ഫോൺ ഇത് മാറ്റി പിടിക്കണം എന്നൊക്കെ അവര് തന്നെയാ പറയുന്നത്.
രേവതി ഇപ്പൊ ഇത്രയും നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്ര എനർജി ആയിട്ടുള്ള രേവതി എന്തുകൊണ്ട് ബിഗ് ബോസിൽ കയറുന്നില്ല? അയ്യോ വലിയ ചോദ്യം, എല്ലാരും ചോദിക്കുക കേട്ടോ ഈ ചോദ്യം. ഞാനെന്ന് പറഞ്ഞാലേ ഞാൻ 5-ൽ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ഈ നമുക്ക് പോകുമ്പോൾ നമ്മൾ അതിനകത്തൊരു ഇമ്പാക്ട് ഉണ്ടാക്കണം. അല്ല നമ്മൾ ഞാൻ വെറുതെ പോവുകയാണ്. എനിക്ക് പോവാൻ പണ്ട്, അതായത് സീസൺ 3 സമയത്തൊക്കെ ഞാൻ ഇപ്പൊ വിളിച്ചാൽ ഇപ്പൊ പോകുന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ പോയാൽ പോരാ, പോകുമ്പോൾ അതിന് വിന്നറൊന്നും ആയില്ലെങ്കിലും ഒരു ഇമ്പാക്ട് എങ്കിലും ഉണ്ടാകും. അതിന് നമ്മൾ മെന്റലി കുറച്ച് പ്രിപ്പയർഡ് ആവണം. ഇപ്പൊ ഞാൻ റിവ്യൂവർ എന്ന നിലയ്ക്ക് നല്ല സെറ്റാണ്, ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ എന്നാണോ ഞാൻ അതിനകത്ത് ഫുൾ പവറിൽ പോവാൻ പറ്റുന്നത് അന്ന് ഞാൻ പോകും. അതാണ് ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. കാര്യം ഇപ്പൊ എന്നെ മെന്റലി ഇതാക്കുന്ന കുറെ കാര്യം, എന്റെ കുഞ്ഞുണ്ട്. അപ്പൊ അവിടെ പോലും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, ഒരു സമാധാനത്തിൽ പോണം എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ ഒരു കാര്യമുണ്ട്, എല്ലാ സീസണിലും ഞാൻ ബിഗ് ബോസിൽ തന്നെ അല്ലേ. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ഞാനും സൈബർ അറ്റാക്ക് കേൾക്കണം, എല്ലാ കാര്യങ്ങളും കണ്ടസ്റ്റൻസ് അനുഭവിക്കുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ രാവിലെ 6 മണിക്ക് എണീക്കണം, രാത്രി അവരുടെ ഒപ്പം കിടക്കണം. അവര് 3 മണിക്ക് കിടക്കുന്നെങ്കിൽ ഞാനും 3 മണിക്ക്. അങ്ങനെയാണ്. ഇപ്പൊ ചില ലവ് കോമ്പോസ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് 2 മണി 3 മണിയിലൊക്കെ വരെ ഇങ്ങനെ പോവും ലൈവ്. നമ്മളകത്തിൽ നിന്നേ ഉള്ളൂ, നമ്മളകത്തിൽ നിന്നില്ല. ഞാൻ ഇവിടെ പുറത്തിരുന്ന് എഴുതുകയാണ്. ഇല്ലെങ്കിൽ രാവിലെ എന്നെ ചേച്ചി എന്തുകൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്തില്ല, എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കമന്റ്സ് ഇങ്ങനെ വരും. ഈ ഫോണിൽ ഇങ്ങനെ എല്ലാരും മെസ്സേജ് ചെയ്യും, ചേച്ചി അത് ചെയ്തിട്ട്. എന്നിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് വിട്ടാൽ മതി അവിടെ നിന്ന്, ഇത് ചേച്ചി പറഞ്ഞിട്ടില്ല, ഇത് സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തിരുത്താൻ ആൾക്കാർ ഇഷ്ടം പോലെ. ഈ രേവതിയെ പറ്റി ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, ബിഗ് ബോസ് ഹൗസിൽ ലാലേട്ടൻ കഴിഞ്ഞാൽ ആരൊക്കെ ബിഗ് ബോസിൽ സീസൺ 7 ഉണ്ടെന്ന് രേവതിക്ക് അറിയാം. ഇത് എവിടുന്ന് അറിയുന്നു? അത് ആരോടും പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. അതെങ്ങനെ രേവതി അറിയുന്നേ? അത് എനിക്ക് തോന്നുന്നു സീസൺ 3 തൊട്ട് നമ്മൾ അങ്ങനെ ആ കാര്യങ്ങൾ പ്രൊഡിക്ഷൻ ലിസ്റ്റ് കറക്റ്റാ. ഞാനിപ്പം വളരെ വളരെ സോർട്ട് ചെയ്താണ് ഇടുന്നത്, ഭയങ്കരമായിട്ട് വലിച്ചു വാരി ഇപ്പൊ പറയലില്ല പേരുകള്. എന്നാലും മാക്സിമം കഴിയുന്നതും വരാൻ സാധ്യതയുള്ള ആൾക്കാരുടെ പേരുകളെ പറയുള്ളൂ. പ്രൊഡിക്ഷൻ ലിസ്റ്റ് മാത്രമേ പറയുള്ളൂ, കൺഫർമേഷൻ ഒക്കെ ലാസ്റ്റ്. ഈ രേവതിയുടെ വീഡിയോ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയി ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നവരുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ ചെയ്യുന്നത്. എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേരെല്ലാം. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്റെ വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നത്. കാരണം നമുക്കൊരു സന്തോഷമല്ലേ, ചേച്ചിയാണ് ഒരുപാട് പേര് പറയുന്നത്, ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇനി രേവതി ഇഷ്ടമല്ലാത്ത ആളുകൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ഇതൊക്കെ വലിയ കഷ്ടപ്പാടാണോ, ഒരു ക്യാമറ മുന്നിൽ വെച്ചാൽ പോരെ, നിനക്ക് എന്തുവാ ഇത്ര ജോലിയുള്ളത്? എന്താണ് രേവതി കഷ്ടപ്പാട്? കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഉറക്കം 2 മണിക്കൂർ അത്രേ ഉണ്ടാവുള്ളൂ ഒരു ദിവസം. 2 മണിക്കൂർ കിട്ടിയാലായി. ഭയങ്കര വലിയ ടോക്സിക് സീസൺ ഒക്കെ ആണെങ്കിൽ അതും കിട്ടത്തില്ല, ഹിറ്റ് സീസൺ ഒക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ അതും കിട്ടില്ല. കാര്യം നമ്മളക്ക് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. കാര്യം നാളെ എന്ത് ലൈവ് അപ്ഡേറ്റ് കൊടുക്കും. കാര്യം അവര് 6 മണിക്ക് എണീക്കും, കണ്ടസ്റ്റൻസ് വീട്ടിൽ 6 മണിക്ക് എണീക്കും. അപ്പൊ ഞാനും എണീക്കണം അതിന്റെ കൂടെ. ഈ മോർണിംഗ് സോങ് വരുന്നതിന് മുന്നേ ഇവർ എണീക്കും. ഇനിയിപ്പോ ഞാനത് എണീറ്റില്ലെങ്കിൽ വല്ല ഈ കണ്ടസ്റ്റൻസ് രാവിലെ എണീറ്റിട്ട് വല്ല വഴക്കോ കിച്ചണിൽ ചായ ഇടാൻ വേണ്ടി വഴക്കോ ഉണ്ടെങ്കിൽ അത് മിസ്സായാൽ തീർന്നു ചിലപ്പോഴും. അപ്പൊ അതൊക്കെ അതിനകത്ത് നമ്മൾ എഴുതി വെക്കണം. എല്ലാം എഴുതിയാ പോകുന്നത്. ഞാൻ ഒരു സ്റ്റഡി ചെയ്യും. സ്റ്റഡി അല്ല, ഞാൻ എല്ലാം എഴുതും. ലൈവ് ഫുൾ ഞാൻ എഴുതുക ചെയ്യണം. ബിഗ് ബോസ് റിവ്യൂ കൊണ്ട് രേവതിക്ക് കിട്ടുന്ന വരുമാനം 10 ലക്ഷം രൂപ. എന്റെ അമ്മോ, ശരിയാണോ? സത്യം പറഞ്ഞാലേ ബിഗ് ബോസ് നമുക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം കിട്ടും. അത് ശരിയാ. പക്ഷെ 3 മാസത്തേക്ക് മാത്രമേ അത് ഉണ്ടാവത്തുള്ളൂ. അത് കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ റിയാക്ഷൻ, അത് കണ്ടിന്യൂ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കും അത് നല്ലൊരു ഇതാണ് പക്ഷെ നമ്മൾ ജെന്യുവൻ ആയിട്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ എന്തും ചെയ്യാതെ, അതായത് മറ്റുള്ളവരെ പേഴ്സണലി അവരുടെ ലൈഫിലേക്കോ കുടുംബത്തിലേക്കോ പോവാതിരിക്കുക. കാര്യം അത് നമുക്ക് ചിലപ്പോ തിരിച്ചടിക്കും. എന്നാലും മുഖത്ത് നോക്കി കാര്യം പറഞ്ഞിട്ടുണ്ട് രേവതി, പറയാൻ പറ്റത്തില്ല. നമ്മൾ ഗെയിമിന്റെ കാര്യങ്ങൾ പറയും, പക്ഷെ അവരുടെ ലൈഫ്, അവരുടെ കുടുംബം, ആ സംഭവങ്ങളിലൊന്നും നമ്മൾ കയറി കളിക്കാൻ നിക്കത്തില്ല. അങ്ങനെ ഗെയിമിന്റെ കാര്യം പറഞ്ഞ് തിരിച്ചു വന്ന കണ്ടസ്റ്റന്റുകൾ ശത്രുക്കളായിട്ടുണ്ടോ? ഇത് സംഭവം ഇതിന്റെ ഇടയിൽ നിന്ന് കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഇടയ്ക്ക് നിൽക്കുന്ന ടീംസ് ഉണ്ട്. ആർമിക്കാര് നമ്മുടെ മറ്റേ പട്ടാളം അല്ല, ഇവിടെ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് കുറച്ച്. അതായത് ഇതിനു വേണ്ടി അത് പൈസ എടുത്ത് ചെയ്യുന്നതാണോ എങ്ങനെയെന്ന് എനിക്കറിയില്ല. കുറെ പേരുണ്ട് ഇതിന്റെ ഇടയിൽ, ഈ കുട്ടിപ്പട്ടാളങ്ങൾ. ഇവരുടെ പ്രായപരിധി ഒന്നുമില്ല. അത് 10ാം ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രായമുള്ള ബോധമുള്ള ആൾക്കാർ വരെ ഉണ്ട് ഇതിനകത്ത്. ഇവരാണ് ഇതിന്റെ ഇടയിൽ നിന്ന് കുറെ കളിക്കുന്നത്. അതായത് നമ്മള് നെഗറ്റീവും പോസിറ്റീവും പറയും. ഒരാളെ കുറിച്ച് പറയും. ഇപ്പൊ രാജാവായിക്കോട്ടെ, രാജാവിനെ കുറിച്ച് പറയണം, അത് ചെയ്താൽ ശരിയായില്ല എന്ന് പറയണം. പക്ഷെ 10 നല്ലതും പറയും, അയ്യോ നന്നായിട്ട് കളിക്കുന്നുണ്ട്, നല്ലതാണെന്നൊക്കെ പറയും. പക്ഷെ ഇത് മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്യും. എന്നിട്ട് ഇയാള് രാജാവായിട്ട് ഇങ്ങനെ വരുമല്ലോ, വരുമ്പോഴത്തേക്കും അണ്ണനെ കുറിച്ച് ഫുൾ നെഗറ്റീവ് ആണ് പറഞ്ഞത് കേട്ടോ, ഒരു ഭയങ്കരമാണ്, അണ്ണനെ ഫുൾ പോക്ക്, അണ്ണനെ ഫുൾ നെഗറ്റീവ് അടിച്ച് അവര് മാത്രമാണ് ഇത് അങ്ങ് പറയും. അപ്പൊ രാജാവ്
എന്നാലും അവരൊന്നും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. ഇവരൊന്നും ഫുള്ള് കാണത്തില്ല. ഇല്ല, ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഒരെണ്ണം അയ്യോ അയാൾ അത് ചെയ്തത് ചിലപ്പോൾ തെറ്റാണ്, അയാൾ ചെയ്തത് തെറ്റായിരിക്കും, ചിലപ്പം എന്തെങ്കിലും ചെയ്തത് ബിഗ് ബോസ് ശിക്ഷ കൊടുത്തതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും, അത് തെറ്റായി പോയി എന്ന് പറയാൻ എനിക്ക് പാടില്ല. എനിക്ക് ഫുൾ പൊക്കിക്കൊണ്ടിരിക്കുക, അത് പറ്റുമോ? പറ്റത്തില്ല. നെഗറ്റീവ് പറഞ്ഞു. അപ്പൊ ഈ ആർമിക്കാരാണ് ഇതിന്റെ ഇടയിൽ നിന്ന് കളി. അവസാനം ഈ ആർമിക്കാരൊക്കെ ഒരു 6 മാസം കഴിയുമ്പോൾ ഒക്കെ ഇട്ടിട്ട് പോകും. പിന്നെ രാജാവ് മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ. അപ്പൊ ഇവരാണ് ഇതിന്റെ എല്ലാ സീസണിലും ഇതിന്റെ ഇടയിൽ നിൽക്കുന്നത്. നല്ല പിള്ളേരും ഉണ്ട്, നല്ല ആർമിയിലുള്ള നല്ല പിള്ളേരും ഉണ്ട്. പക്ഷെ ഇതേപോലെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന അതും അയാൾക്കും ദോഷമാണ്, നമുക്കും വിഷമം ഉണ്ടാക്കും, എല്ലാവർക്കും വിഷമം ഉണ്ടാക്കും. ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വെച്ച് അഭിനയിക്കാൻ പറ്റും? കൂടി ഇപ്പൊ 20 ദിവസം 25 ദിവസം. അതെ. ഇപ്പൊ രേവതി പറയുന്നത് ഈ 100 ദിവസവും റിയൽ സ്വഭാവം മാറ്റിവെച്ച് അഭിനയിച്ച് നിന്നവരുണ്ടോ? അഭിനയിക്കാന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. കാര്യം 100 ദിവസം നമ്മൾ ഇപ്പൊ ഞാൻ ആ വീട്ടില് പ്രസ് മീറ്റിന് കയറിയതാണ്, അവിടെ ഫുൾ ക്യാമറയാണ്. കേറിയിട്ടുണ്ട് പ്രസ് മീറ്റിന് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ഫുൾ ക്യാമറയാണ് അവിടെ. ആ ക്യാമറയുടെ മുന്നിൽ നമ്മൾ ഫുൾ ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. കുറച്ച് ഒരു അനുഭവം എന്തുവായിരുന്നു രേവതിക്ക്? കേറിയിട്ടുള്ള അനുഭവം നമ്മൾ വളരെ ചെറുതായി പോകും. കാര്യം വലിയ സ്പേസ് ആണ് അതിനകത്ത്. ഇപ്പം ഞാൻ മാത്രം എന്നെ കാണുന്ന ഈ ക്യാമറയിൽ നമ്മൾ എന്നെ മാത്രം നിങ്ങൾ കാണുന്നത്. പക്ഷെ ബിഗ് ബോസ് വരുമ്പോഴത്തേക്കും എന്റെ കൂടെ നിങ്ങൾ വേറെ 18 പേരെ കാണുകയാണ്. അപ്പം ഞാൻ ചിലപ്പോ അതിൽ ചെറുതാവാം, ചിലപ്പോ വലുതാവാം, ചിലപ്പോ ഒന്നും അല്ലാതെ ആവാം. ഒരാളുടെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ അയാൾ എന്നെ ബീറ്റ് ചെയ്യുമെന്ന് സംസാരത്തിലൂടെ. അപ്പൊ ഞാൻ അങ്ങ് പോവും, ഞാൻ ചിത്രത്തിന്നേ ഫ്രെയിമിന്നേ അങ്ങ് ഔട്ടാവും. അപ്പൊ അയ്യോ രേവതി ചേച്ചി ഒന്നുമല്ല, അയാൾ പോയില്ലേ, പിന്നെ മറ്റേ ആളാണ് നോക്കണം, എന്നെ നോക്കില്ല, അങ്ങനെയൊക്കെ വരും. ഫ്രെയിമിൽ നമ്മൾ ഒരു 10 പേര് വരുമ്പോ 10 പേരിൽ കൂടെ നമ്മൾ മത്സരിക്കുകയാണ്. ഇത് ഏത് ഫ്രെയിമിലാന്ന് എങ്ങനെ അറിയപ്പെടാൻ പറ്റും? അതാണ് ബുദ്ധിമുട്ട്. അതാണ് നമ്മൾ ഗെയിം കളിക്കേണ്ടത്. എല്ലാ ഫ്രെയിമിലും നമ്മൾ വരാൻ നോക്കുക. ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് അല്ല, എഡിറ്റിംഗ് ആണ്, വെൽ എഡിറ്റഡ് ആണ്. കാര്യം നമുക്ക് 24/7 ഒരിക്കലും നമുക്ക് മൊത്തത്തിൽ കാണിക്കാൻ 10 ദിവസം എടുക്കും. കാര്യം 70 ക്യാമറ ഉണ്ടല്ലോ. അപ്പൊ ഈ ക്യാമറയിൽ എന്നെ എടുക്കുന്നു, അപ്പുറത്തെ ക്യാമറയിൽ അവിടെ വാഷ്റൂമിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെ 24 മണിക്കൂർ ഈ ക്യാമറ ഉള്ളത് ഒരു ദിവസം കൊണ്ട് കാണിക്കാൻ പറ്റും. എന്റെ ഒരു ഉദാഹരണം ചോദിച്ചോട്ടെ. ഞാൻ രേവതി ബിഗ് ബോസ് ഹൗസിലുണ്ട്. രേവതിക്ക് ഫുൾ സപ്പോർട്ട് വെളിയില്, എനിക്കാണ് നെഗറ്റീവ്. രേവതി എന്നെ തെറി വിളിക്കുന്നു, ഞാൻ തിരിച്ച് റിയാക്ട് ആയിട്ട് തെറി വിളിക്കുന്നു. രേവതി വിളിക്കുന്ന കട്ട് ചെയ്യത്തില്ലേ? അത് എല്ലാം മേക്കേഴ്സിന്റെ കയ്യിലുള്ളത് പോലെ ഇരിക്കും. അവരാണ് ആ ടീം അത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവര് വിചാരിച്ചാൽ ഒരാളെ വിന്നർ ആക്കാൻ പറ്റുമോ? അതോ വോട്ടിങ്ങിന്റെ കാര്യത്തിലാണോ വിജയം? വിന്നറാക്കാൻ അങ്ങനെ വിന്നറാക്കാൻ വേണ്ടി അവർക്ക് മാത്രം പറ്റില്ല. കാര്യം 18 പേരെ കയറ്റിയിട്ട് ഇയാളെ മാത്രം ഞാൻ വിന്നറാക്കും എന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് നമ്മൾ വിചാരിക്കണം. നമ്മൾ അവിടെ ഗെയിം കളിച്ചാലേ അവിടെ അവരിപ്പം എന്നെ വിന്നറാക്കാൻ ഉദ്ദേശിക്കുകയാണ്. രേവതിയെ വിന്നറാക്കാം, നമുക്ക് ഇപ്രാവശ്യത്തെ വിന്നർ രേവതി എന്ന് പറഞ്ഞ് ഞാൻ കയറി ചെല്ലുകയാണ്. ഞാൻ ഒന്നിലും ഇല്ല, വഴക്കിലില്ല, ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടണില്ല, വായും തുറക്കണില്ല, ഒന്നും ചെയ്യില്ല, ഞാനൊരു സൈഡിൽ ഇരിക്കുകയാണ്. വല്ല കാര്യമുണ്ടോ? ഞാൻ എല്ലാത്തിലും ഞാൻ വേണം. ഞാൻ സംസാരിക്കണം, വർത്താനം പറയണം, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയണം. പിന്നെ വഴക്കുണ്ടെങ്കിൽ അതിനെ കയറി വഴക്കിട്ടിട്ട് കാര്യം, വെറുതെ ആവശ്യമില്ലാതെ കിടന്ന് ഓവറാക്കരുത്. ആവശ്യമുള്ളതിൽ കയറി ഇടപെടണം. എന്റർടൈൻമെന്റ് ഫാക്ടർ വേണം. നമ്മൾ പറയുന്നത് കാര്യമായിരിക്കണം. അല്ലാതെ വെറുതെ കിടന്ന് ചലച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് അത് പിടിക്കൂല. ചിലപ്പോൾ നമുക്ക് നമ്മളാൾക്ക് എന്തുവാടി അങ്ങനെ ചലച്ച് നെഗറ്റീവായവരും ഉണ്ട്. ഇതിൽ ഒരു ഫ്രണ്ട്ഷിപ്പോ കമ്മിറ്റ്മെന്റോ വേണ്ട. കമ്മിറ്റ്മെന്റ് വേണ്ട, എല്ലാം പുറത്തു വന്ന് കമ്മിറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കഴിയുന്നത്. കാര്യം നമ്മളല്ലെങ്കിൽ വേദനിക്കും, വിഷമിക്കും. ചിലപ്പോൾ നമ്മളായിരിക്കും വില്ലനാവുന്നത് അതിനകത്ത്. ഈ കമ്മിറ്റ് ചെയ്ത് ഇത്രയും അഭിനയിച്ച് നമ്മുടെ മുന്നാള് ഭയങ്കര നല്ല അല്ലെങ്കിൽ പാവം ഭയങ്കര ഫാൻസുമായിട്ട് ഇറങ്ങും. അപ്പരിയും നമ്മൾ അറിയുന്നത് ഈശ്വര നമ്മള് നെഗറ്റീവ് ഇവരുടെ കൂടെ നിന്നിട്ട് അങ്ങനെയൊക്കെ പറ്റിയ ആൾക്കാരെയൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. ഈ 18 പേര് ആരൊക്കെയാണ്? ഒരിക്കലും ഞാൻ പറയത്തില്ലേ. എനിക്കൊന്നും ഞാൻ കുറച്ച് കൺഫർമേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാൻ കൂടുതൽ അങ്ങ് ഫുൾ എടുക്കാൻ വേണ്ടി പോവില്ല. കുറച്ച് സമയം ആവട്ടെ എന്നുള്ള രീതിയിൽ അവർക്കും ഒരു സമാധാനം കിട്ടണ്ടേ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വന്ന് എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അവരെ ബുദ്ധിമുട്ടിക്കും മാനസികമായിട്ട്. ആദ്യം ഞാൻ ഇട്ട പേര് അനിമോളുടെ പേരാണ്. പിന്നെ അനിമോള്, പിന്നെ അതേപോലെ ബിനീഷ് ബാസ്റ്റിൻ, സീരിയലുകാരുടെ ഒരുപാട് പേരുണ്ട് ആയിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ കിടക്കുന്നു. ഇവരെല്ലാരും കൂടെ ഒന്നിച്ച് കൺഫേം ആവുമെന്നൊന്നും എനിക്കറിയില്ല. ജിഷിൻ മോഹൻ, നമ്മുടെ ആദിത്യന്റെ പേര്, ഷാനവാസ്, അപ്പൊ ഇതൊക്കെ പ്രഡിക്ഷനിലൊക്കെ ഫുൾ വരുന്നത് സീരിയലാണ്. അപ്പം നമ്മള് ബാക്കിയുള്ളവർ അതും വരും. ഈ അറിയപ്പെടാത്ത ആൾക്കാർ ചിലപ്പം പതുക്കെ വരുള്ളൂ നമുക്ക് ലിസ്റ്റിൽ. അറിയപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെ അവരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ പതുക്കെ ചില ആൾക്കാരൊക്കെ ഞാനില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. നമ്മുടെ രേഖ രതീഷ് ആക്ട്രസ് ആണ്, പുള്ളിക്കാരി ഇല്ലാന്ന് പറഞ്ഞു. അതേപോലെ റോഷൻ നമ്മുടെ ദൃശ്യത്തിലെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ വേറൊരാൾ അവന്തിക ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ രേഖ രതീഷിനൊക്കെ പണ്ട് കോള് പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേരുടെ ലിസ്റ്റുകൾ, നമ്മുടെ ജാസി, രേണു സുധി, അയ്യോ രേണു സുധിയുടെ പ്രഡിഷൻ കിടക്കുകയാണ് ആള്. രേണു സുധി കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും രേവതി അവസ്ഥ? രേണു സുധിക്ക് ധൈര്യമായിട്ട് കയറാം.
കാര്യം രേണുസുതി ഇനി നെഗറ്റീവ് ആവാനൊന്നും ഇല്ല. ഓക്കെ. ധൈര്യമായിട്ട് കേറണമെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ അതിൽ കൂടെ നെഗറ്റീവ് ആയാലേ ഉള്ളൂ. അപ്പോ പിന്നെ ആൾക്കാർ ഓൾറെഡി പുള്ളിക്കാരിയെ കുറിച്ച് ഒരു ധാരണയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പുള്ളിക്കാരുടെ വേറൊരു സൈഡ് ആയിരിക്കും അതിനകത്ത് കാണുക. ചിലപ്പോൾ നമുക്ക് വേറൊരു സൈഡ് കാണാമല്ലോ, രേണുവിന്റെ വേറൊരു സൈഡ് നമ്മൾ കാണും. ഇതുവരെയുള്ള സീസണില് രേവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റും അതോടൊപ്പം കപ്പടിക്കാൻ ഒരു യോഗ്യത ഇല്ലെന്ന് തോന്നിയ ഒരു വ്യക്തി ആരായിരിക്കും? കപ്പടിച്ചവരെല്ലാരും സത്യം പറഞ്ഞ യോഗ്യതയാണ്. പക്ഷെ സീസൺ 4 നടന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ദിൽഷയുടെ കാര്യം. ദിൽഷ നന്നായിട്ട് ഗെയിം കളിച്ചു. കളിക്കാതെ പുള്ളിക്കാരി ജയിക്കത്തില്ല. അത് ഓഡിയൻസിനെ വെച്ച് ഓഡിയൻസ് അതിൽ വീണുല്ലേ. ഓഡിയൻസ് വീണോണ്ടാണല്ലോ വോട്ട് കിട്ടിയത്. അത് ദിൽഷയുടെ ഒരു ഗെയിമാണ്. പിന്നെ അല്ലാണ്ട് ദിൽഷ അത് പറയുന്നോണ്ട് ഞാൻ ഗെയിം കളിച്ചു. പിന്നെ ഗെയിം കളിക്കാനല്ലേ നമ്മൾ അതിനകത്ത് പോയത്. അല്ലാതെ നമ്മൾ അയ്യോ ഞാനൊരു പാവമാണ് എന്ന് കാണിക്കാനൊന്നും അല്ല, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാണ് എന്ന് കാണിക്കാൻ ആരും പോവില്ല. ദിൽഷ അവിടെ ഗെയിം കളിച്ചു. അതിൽ ഓഡിയൻസ് കുറെ പൊട്ടപ്പാര് പാവങ്ങളായിട്ട് കുറെ പേര് വോട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അയ്യോ നമ്മുടെ വികാരം കൊണ്ട് വോട്ട് കൊടുക്കുന്ന ആൾക്കാർ. അപ്പൊ റോബിൻ ഔട്ടായപ്പോ അതിന്റെ ആ ഒരു ബേസിസിൽ വോട്ട് പോയി ഇഷ്ടം പോലെ വോട്ട് ദിൽഷയ്ക്ക് കിട്ടി. അങ്ങനെ ദിൽഷ ഗെയിം കളിച്ചെങ്കിൽ പോലും റോബിന്റെ ഒരു സാന്നിധ്യം കപ്പടിക്കാൻ ഉണ്ടായിരുന്നു. അതല്ലേ അത്രയും ആൾക്കാർ ഇങ്ങനെ അവരുടെ മാരേജ് വരെ ഇങ്ങനെ ആക്കിയോ, ഇപ്പൊ അവര് കല്യാണം കഴിക്കും ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇത്. അപ്പൊ ഞാനൊരു ഈശ്വര ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് ഞാൻ ആലോചിച്ചു. ആ സീസണാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്ക് കിട്ടിയ സീസണാണ്, ടോക്സിക് സീസൺ അല്ലേ. അപ്പൊ അത്ര ഞാനപ്പോ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ, ഞാൻ പറഞ്ഞിരുന്നു ആ കൊച്ച് ജയിക്കും, അവസാനം ആ കൊച്ച് നോയും പറയും. നോ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ എല്ലാരും കൂടെ അതിനെ ഇട്ട് ഇനി കൊന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു. കാര്യം എനിക്ക് ഉറപ്പായിരുന്നു ഇത് ഇങ്ങനെ തന്നെ നടക്കും, ദിൽഷ ജയിക്കും. കാര്യം ദിൽഷ നമ്മൾ പോസ്റ്റ് ഇടുമ്പോൾ ആരാണ് ജയിക്കാൻ സാധ്യത? ദിൽഷ 8ാമത് കിടന്ന ആളാണ് നമ്മുടെ പ്രേക്ഷകരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. ആ കിടന്ന ആളാണ്. റോബിൻ ഔട്ടായപ്പോ നേരെ മുകളിലെത്തി. കാര്യം മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഉറപ്പിച്ചു ദിൽഷ തന്നെ കൊണ്ടുപോകും. കാര്യം വേറെ ഒരു ചെറിയ എന്തെങ്കിലും മാർജിനിൽ ചിലപ്പോൾ ബ്ലസ്ലി കിട്ടും എന്നല്ലാണ്ട് ദിൽഷ തന്നെ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു, പക്ഷെ ദേവ് ഇത് ആ കുട്ടി നോയ, അത് ആ കുട്ടിയുടെ ഇഷ്ടമാണ് എസ് ഓർ നോ. ആ കുട്ടി നോ പറയുമ്പോൾ ദേവ് ഇത് അതിനെ ഇട്ട് അതിന്റെ ജീവിതം ഇട്ട് ഇതാക്കരുതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇനി ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആരായിരിക്കും? ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് അജിൻ, ഇഷ്ടം പോലെ പേരുണ്ട് ഇഷ്ടപ്പെട്ട കണ്ട. ഫസ്റ്റ് തൊട്ട് ഞാൻ പറയുകയാണെങ്കിൽ രഞ്ജിനി എല്ലാവർക്കും പറഞ്ഞാല് പുള്ളിക്കാരി എന്താണോ അതാണ് എന്നുള്ളതാണ്. പിന്നെ രഞ്ജിനിനെ ഇനി നമുക്ക് കാണാൻ കിടക്കുന്നു. ബിഗ് ബോസ് അത് യൂസ് ചെയ്തിട്ടില്ല രഞ്ജിനിനെ, ശരിക്കും ഇല്ല. രഞ്ജിനി പെട്ടെന്ന് ഔട്ടായി പോയി. എനിക്കത് രഞ്ജിനിനെ കണ്ട് മതിയായില്ലായിരുന്നു സീസണില്. രഞ്ജിനി വരാൻ ഇനി ആളുകൾ ആഗ്രഹിക്കുന്നു. രഞ്ജിനി ഇനി കുറച്ചുകൂടെ ഹയർ ലെവലിൽ ഹിന്ദി ബിഗ് ബോസിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബിഗ് ബോസ് ഹൗസിൽ മാറേണ്ട ചില കാര്യങ്ങൾ എന്തായിരിക്കും രേവതി പറയുന്നത്? ബിഗ് ബോസ് ഹൗസിൽ ഒന്നും മാറണ്ട. ഈ സേഫ് സോണിൽ ഇരിക്കുന്ന കളിക്കാരുണ്ടല്ലോ, അവരെടുത്ത് പുറത്തിടാൻ പറ്റിയാൽ കൊള്ളായിരുന്നു. അത് മേക്കേഴ്സിന് മാത്രമേ അത് പറ്റുള്ളൂ, ഓഡിയൻസിന് കിട്ടൂല അവരെ. കാര്യം നോമിനേഷനിൽ വരൂല, അവര് വരത്തില്ല. ഓഡിയൻസിന് കിട്ടൂല. ഓഡിയൻസിന് കിട്ടിയാലും ഇവര് ഓഡിയൻസ് ഔട്ടാക്കൂല. കാര്യം പാവം കുട്ടിയെ നല്ല കാണാനൊക്കെ നല്ല സ്വന്തമുണ്ട് കേട്ടോ, അവിടെ ഇരിക്കട്ടെ പാവം. നല്ലൊരു മോളാണ്, എന്നെ വിളിച്ചിട്ട് നല്ലൊരു മോളാണ്. അതെങ്ങനെ അറിയാം? നല്ല കുട്ടി. അപ്പൊ അത് നേരത്തെ അറിയോ? ഇല്ല. പിന്നെ ആ കുട്ടി എന്തെങ്കിലും പറയുന്നിട്ട് ഒന്നും പറയുന്നില്ലെന്നേ, അതാണ് നല്ല കുട്ടി. അപ്പൊ ഞാൻ ഒന്നും അല്ല, ആ കുട്ടി സംസാരിച്ചിട്ടില്ല ചേച്ചി, അതാണ് നല്ലത്. സംസാരിക്കും. മറ്റേ പെണ്ണ് എന്തൊരു അലപ്പ്. അവള് ഔട്ടാവണം. ആ സംസാരിക്കുന്നവരെല്ലാരും ഔട്ടാണ്. അങ്ങനെയാണ് ആന്റിമാര് ചേച്ചിമാരൊക്കെ വിളിച്ച് പറയുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ ഇങ്ങനെ സംസാരിക്കും, അപ്പോഴേ നമുക്ക് കറക്റ്റ് അവരുടെ പൾസ് അറിയുന്നത് ഓഡിയൻസിന്റെ. അപ്പം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ പോവാ. പൂരം കൊടിയേറി മക്കളെ കേറാൻ പോകുന്ന കണ്ടസ്റ്റന്റ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താ അവരോട് പറഞ്ഞു? റിയൽ ആയിട്ട് നിൽക്കാൻ നോക്കുക. കാര്യം റിയൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിഗ് ബോസ് ചിലപ്പോൾ നിങ്ങൾ പുറത്താവും, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം ഓഡിയൻസിന് ഇഷ്ടപ്പെടൂലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് മനസമാധാനത്തോടെ പുറത്തിറങ്ങി വന്ന് റിയലായിട്ട് തന്നെ അങ്ങ് ജീവിക്കാം. ഫേക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ജനങ്ങളെ ഇതാക്കാൻ വേണ്ടി പിന്നെയും ഫേക്കടിച്ച് കണ്ടോ നമ്മൾ ഇതാ നല്ലതാണെന്ന് കാണിച്ച് നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഫേക്ക് അടിക്കേണ്ടി വരും ലൈഫിലോ. അതെപ്പോഴെങ്കിലും പിടിക്കപ്പെടും. അത് പിടിക്കപ്പെടുകയും ചെയ്യും. എന്തിനാണ് വെറുതെ കള്ളം പറയുകയും ഫേക്ക് അടിച്ച്? റിയൽ ആയിട്ട് നിൽക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി. എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും നല്ല തികഞ്ഞവരാണോ? അല്ല. അപ്പൊ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഈ ബിഗ് ബോസിൽ കയറുന്ന ആളുകൾ ചിലവർ വിചാരിക്കുന്നത് എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ ഞാൻ അല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ രക്ഷപ്പെട്ട് വരാം, അല്ലെങ്കിൽ എല്ലാം കളഞ്ഞു വരാം. ഇതിന് നടുക്കൊരു സമ്പ്രദായം ഉണ്ടോ? ഇല്ല. രക്ഷപ്പെടാതെ ഇങ്ങനെ ഇടയിൽ കൂടെ രക്ഷപ്പെട്ട് വരുന്നത്, അതായത് ഇമേജും പോവില്ല, സിനിമയിലും അവസരം കിട്ടുന്നു, ചാൻസ് കുറവാണ്. കാര്യം എന്ന് പറഞ്ഞാല് അവരൊന്നും എത്തൂല അവരെടുത്തു. ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഏതെങ്കിലും ഒന്ന് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ കേറത്തുള്ളൂ ഫിലിമില്.
പിന്നെ ഭയങ്കര നെഗറ്റീവ് ആയവരെന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് ആയവരൊക്കെ സീസൺ 2 ഉണ്ട്. അവരൊക്കെ ഇപ്പോഴും ജീവിക്കുന്നില്ല നല്ല രീതിയിൽ. അല്ല, അവര് അവരുടേതായിട്ടുള്ള ലെവലിൽ കയറി വരുന്നുണ്ട്. ഇപ്പൊ മഞ്ജു ആണെങ്കിൽ മഞ്ജുവിന് ഒരുപാട് അറ്റാക്ക് കിട്ടും. മഞ്ജു കയറി വരുന്നുണ്ട്. മഞ്ജുവിന് ഇപ്പോഴും അവസരമുണ്ട്. പിന്നെ അതുപോലെ ആര്യ കയറി വരുന്നുണ്ട്, തിരിച്ച് ഫൈറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇപ്പം എനിക്കൊന്ന് സീസൺ 2 ഓഡിയൻസ് കുറച്ചും കൂടെ വീക്കായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെ ആൾക്കാർക്ക് സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഫേക്ക് അടിച്ച് നിൽക്കാതെ ഇരിക്കുക. ഈ പ്രണയത്തെ പറ്റി എന്ത് പറയുന്നു? തീർച്ചയായിട്ടും അതിനകത്ത് ഒരു 3 മാസമൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അട്രാക്ഷൻ ഒന്നും തോന്നൂല. നമുക്ക് ഒരു ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ തോന്നും. പിന്നെ മനഃപൂർവ്വം വരുന്ന ആൾക്കാരുണ്ട്. നമുക്ക് കോംബോ എന്നൊക്കെ പറഞ്ഞ് കോംബോ കാര്യം കോംബോയ്ക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ട്. ശരി, കോംബോ എത്ര നാൾ നിൽക്കും? 50 ദിവസം കൊണ്ടുപോകും. പിന്നെ കൊണ്ടുപോകാൻ പറ്റും. അത് കഴിഞ്ഞും കൊണ്ടുപോയ ആൾക്കാർ ഇവിടെ ഒരുപാട് പേരുണ്ട്. പിന്നെയാണ് എന്നിട്ട് ഒന്നും ഇല്ലെങ്കിലും കമന്റ് സെക്ഷനിൽ ചേച്ചി നിങ്ങൾ എപ്പോ കല്യാണം കഴിക്കുക, അവിടെ ഒന്നുമില്ല. അങ്ങനെ എനിക്ക് കഷ്ടം തോന്നും കമന്റ് സെക്ഷൻ കാണുമ്പോ. കാര്യം ഇങ്ങനെ അതിന് മാത്രം വിശ്വസിച്ച് പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. രേവതി ഞങ്ങൾ കാത്തിരിക്കുന്നു. അതെ, സീസൺ 7 ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? അതിനൊരു കാര്യം പറയാം. നമ്മൾ ഇങ്ങനെയൊക്കെ പറയേ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ നിങ്ങൾ കളിക്കുന്നവർക്ക് വോട്ട് കൊടുക്കണം, വാ തുറന്ന് കളിക്കുന്നവർക്ക് വോട്ട് കൊടുക്കണം എന്നൊക്കെ പറയേ. പക്ഷെ തുടങ്ങുമ്പോ ഇതൊന്നും നടക്കത്തില്ല അജിൻ, ഇതൊന്നും നടക്കത്തില്ല. നമുക്ക് വേറെ തന്നെ ഒരു പട വരും. അത് എവിടെ നിന്നാന്ന് എനിക്ക് അറിയില്ല. കമന്റ് സെക്ഷനിലാണ് വരുന്നത്. അത് PR ആണോ? കമന്റ് സെക്ഷനിൽ ശത്രുക്കളുണ്ടോ? അതേ ശത്രുക്കളുണ്ട്, അതേ ഉള്ളൂ. തുടങ്ങി കഴിയുമ്പോൾ ഇത് തീർന്നു കഴിയുമ്പോ എന്റെ പ്യുവർ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് വരും, ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തുടങ്ങുമ്പം കുതിരപ്പട പോലെ കുറെ ആൾക്കാരിങ്ങി വരും, എടീ എന്ന് പറഞ്ഞുണ്ട്. എന്തെങ്കിലും ഒന്ന് മിണ്ടിയാൽ പിന്നെ നോക്കിക്കൊന്നില്ല, നീ അപ്പൊ അവരുടെ ആളാണല്ലേ, ഇവരുടെ ആളാണ്. ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ ഒരാളെ കുറിച്ച് നമുക്ക് പറയണം, അയ്യോ അയാൾ കളിച്ച ശരിയായില്ല, അയാൾ സേഫ് ഗെയിമാണ്, ഞാൻ മറ്റാളുടെ ആളാണ്. അയാളെ കുറിച്ച് പറഞ്ഞാൽ ഇയാളുടെ ആളാണ്. അങ്ങനെയാണ് എന്നെ ഈ കമന്റ്സ്. ഇതൊക്കെ പെയ്ഡ് ആയിരിക്കാം. ഇത് ഫുൾ കട്ട് കോപ്പി പേസ്റ്റ് കമന്റ്സ് ആണ്. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഓരോ ഗ്രൂപ്പുകളുണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ. ഈ അവര് മെസ്സേജ് അയക്കും, ഡേ അവൾ അവിടെ ഇരുന്ന്, ഞാൻ എനിക്ക് വോയിസ് വരെ കിട്ടിയിട്ടുണ്ട്, അയച്ചു തന്നിട്ടുണ്ട് പിള്ളേര്. ഡേ അവൾ അവിടെ ഇരുന്ന്, ഇത് തന്നെയാണ്, അവൾ അവിടെ ഇരുന്ന് ഇന്ന് പറയുന്നുണ്ട്, എല്ലാരും പൊക്കോ, കമന്റ് സെക്ഷൻ മൊത്തം നമ്മളായിരിക്കണം, അവളെ ഫുൾ ചീത്ത വിളിച്ചോ. ഇങ്ങനെ വോയിസുകളാണ് ഞാൻ കേട്ടോണ്ട്. ഇപ്പൊ എനിക്ക് എല്ലാവരും അയച്ചു തരും, പിള്ളേരൊക്കെ അയച്ചു തരും എനിക്ക്, ചേച്ചി ഇതാ കണ്ട ചേച്ചിക്ക് എഴുതി ഈ വീഡിയോയിൽ അറ്റാക്ക് വരും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ലക്ഷങ്ങൾ പൈസ കൊടുത്ത് ഒരു കണ്ടസ്റ്റന്റിന് PR ആയി കഴിഞ്ഞാൽ ആ കണ്ടസ്റ്റന്റിനെ പഠിപ്പിക്കാൻ പറ്റുമോ? ആ കണ്ടസ്റ്റൻസും കൂടെ വിചാരിക്കണം. അത്ര സ്ട്രാറ്റജിക്കലായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട്. പക്ഷെ മോളിലൊരാളുണ്ട്, നമ്മുടെ കൈ എത്രയൊക്കെ പറഞ്ഞാലും മോളിലൊരാളുണ്ട്. നമ്മൾ ഫുൾ കണ്ടസ്റ്റന്റ് നെഗറ്റീവ് അടിച്ച് അവരുടെ ലൈഫും തകർത്തിട്ട് ഒന്നും അടിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ. സത്യം പറയാം, മറ്റുള്ളവരെ ഫുൾ നെഗറ്റീവ് അടിച്ച് അവരെ ഫുൾ പേഴ്സണലി അറ്റാക്കും ചെയ്ത് എന്തിനങ്ങനെ ഒരു കപ്പ് അന്തസ്സായിട്ട് അടിക്കുക അല്ലെ? അതെ, എനിക്കത് വിഷമം വരും. ബാക്കിയുള്ളവരുടെ മൊത്തം വിഷമവും കണ്ണീരും എല്ലാം, അത് ഭയങ്കര ഒരു വിഷമമാണ്. ഇത് ഇത്രയും തെറിവിളികളും മറ്റാർമികളുടെ ശത്രുത വന്നിട്ട് ചിരിച്ചു പറയാൻ എങ്ങനെ പറ്റുന്നു? ഞാൻ കരഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നത് പലപ്പോഴും നിങ്ങൾ കാണാത്തതാണ്. എനിക്ക് ആദ്യമൊക്കെ സീസൺ 3 ഒക്കെ ഞാൻ വളരെ ഇതാണ്, ഞാൻ പ്രസവം കഴിഞ്ഞ് ഇങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, കുഞ്ഞുവാവയൊക്കെ ഉണ്ട്. ഭയങ്കര വിഷം, ഭയങ്കര സാഡായിരിക്കും ആ സമയത്ത്. അറ്റാക്ക് വരും, ഞാനിങ്ങനെ കരഞ്ഞ് ഷെബി എന്റെ ഹസ്ബൻഡ് നീ കരയല്ല ശരിയാകും എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. എന്നെ ഇങ്ങനെ മോളെയൊക്കെ വെച്ച് പറയും, ഹസ്ബൻഡിനെ വെച്ച് പറയാ, മോളെ വെച്ച് പറയാ, വോയിസ് അയക്കുക, ഇതെന്റെ കൊച്ചവിടെ ഉണ്ടോടി ജീവനോട്, ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതില് ഇപ്പോഴും രേവതിയോട് പറയണം, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഈ അറ്റാക്കും കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വന്ന് അടുത്ത വീഡിയോക്ക് ഇരിക്കുമ്പോൾ ഇതൊക്കെ തുടച്ചു കഴിഞ്ഞിട്ട് എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്. ചിലപ്പോ ചിലവർ കണ്ടുപിടിക്കും, ചേച്ചിയുടെ കണ്ണെന്താ ചുവന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിലവർ കണ്ടുപിടിക്കുവേ, സ്പോട്ട് ചെയ്യും ചിലവര്. അത്രേ ഉള്ളൂ, അല്ലാതെ ഒരു ദയയില്ല എന്നോട് ആൾക്കാർക്ക്. ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞു പക്ക ജെന്യുവൻ കേട്ടോ. രേവതി, ബിഗ് ബോസ് സീസൺ 7 അല്ല ഇനി 8 കേറാൻ സാധിക്കട്ടെ. അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും. താങ്ക് യു.